ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗീതു പ്രകാശ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ മുതൽ 3 ദിവസം മേഘാലയ, അസം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ മേഘാലയ ഗെയിംസ് ടുറയിലെ PA സാങ്മ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച ബാൽജക് വിമാനത്താവളത്തിൽ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. പുതിയ സംയോജിത ഓഫീസ് സമുച്ചയത്തിന് വിർച്വൽ രീതിയിൽ തറക്കല്ലിടുകയും ചെയ്യും. ബുധനാഴ്ച അസമിൽ ദിഫുവിലെ കർബി യുവജനോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തെ പിന്നാക്ക ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായുള്ള PM ജൻമൻ പദ്ധതിയിലെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിക്കും. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്വരാജ് ട്രോഫി നിർണയത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയെന്ന് മന്ത്രി MB രാജേഷ്. കൊട്ടാരക്കരയിൽ സംസ്ഥാന തദ്ദേശ ദിന ആഘോഷത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ മാലിദ്വീപ് ഉന്നതതല കോർ ഗ്രൂപ്പിന്റെ ആദ്യ യോഗം ഇന്ന് മാലെയിൽ ചേർന്നു. പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഹൈലെവൽ കോർ ഗ്രൂപ്പിന്റെ അടുത്ത യോഗം ഇന്ത്യയിൽ നടത്താൻ തീരുമാനമായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സമൃദ്ധിയുടെയും നന്മയുടെയും പ്രതീകങ്ങളായി രാജ്യമെമ്പാടും വിളവെടുപ്പ് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. തമിഴ്നാട്ടിൽ പൊങ്കൽ, അസമിൽ മാഹ് ബിഹു, പഞ്ചാബിൽ ലോഹ്രി, ഗുജറാത്തിൽ ഉത്തരായൻ, മറ്റിടങ്ങളിൽ മകരസംക്രാന്തി തുടങ്ങിയ വിവിധ പേരുകളിലും വ്യത്യസ്ത ഐതിഹ്യങ്ങളിലുമാണ് ഉത്സവങ്ങൾ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സമൂഹ മാധ്യമത്തിലൂടെ ആശംസകൾ അറിയിച്ചു. ശബരിമല മകരവിളക്ക് മഹോത്സവം നാളെ. മകരജ്യോതി ദർശനം കാത്ത് 1.5 ലക്ഷത്തിലേറെ ഭക്തരാണ് സന്നിധാനത്തുള്ളത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അറിയിച്ചു. നാളെ പുലർച്ചെ 2:15 നട തുറക്കും. 2:46 മകരസംക്രമ പൂജ. വൈകിട്ട് 5:30 തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തിച്ചേരും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദർശനത്തിന് ശേഷം മകരജ്യോതി ദൃശ്യമാകും. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം നാളെ സന്നിധാനത്ത് നടക്കുന്ന ചടങ്ങിൽ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസന് സമർപ്പിക്കും. ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പുരസ്കാരം സമ്മാനിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. മകരപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ 6 ജില്ലകൾക്ക് നാളെ പൊതു അവധി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിനോടനുബന്ധിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രി എത്തുന്ന ബുധനാഴ്ച രാവിലെ 6 മണി മുതൽ 9 മണി വരെ ക്ഷേത്രത്തിൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ തുടക്കമായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പതാക കൈമാറി. മണിപ്പൂരിലെ ഥൌബൽ ജില്ലയിൽ നിന്ന് ആരംഭിച്ച യാത്ര 66 ദിവസത്തിന് ശേഷം മുംബൈയിലാണ് സമാപിക്കുന്നത്. 15 സംസ്ഥാനങ്ങളിലെ 110 ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും. കൊച്ചി നേവൽ ബേസിൽ വിമുക്ത ഭടന്മാരുടെ ദിനാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ചു. കര, നാവിക, വ്യോമസേനയിൽ സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരും ഒത്തുചേർന്ന ചടങ്ങിൽ നേവൽ ബേസിൽ ഉള്ള യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ചവർ പങ്കെടുക്കുന്ന റാലിയും ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ചടങ്ങിൽ ദക്ഷിണ മേഖല നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ V ശ്രീനിവാസ് മുഖ്യാതിഥിയായി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ മലപ്പുറം ജില്ലയിലെ പര്യടനം അവസാന ഘട്ടത്തിലെത്തി. ഇന്ന് കുറ്റിപ്പുറം ബ്ലോക്കിലെ മാറാക്കര, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിൽ യാത്രയെത്തി. നാളെ എടയൂർ, ഇരുമ്പിളിയം പഞ്ചായത്തുകളിലാണ് പര്യടനം. കോഴിക്കോട് ജില്ലയിൽ പൊറ്റമ്മലിലും നൈനാംവളപ്പിലും നാളെ പൊതുയോഗം നടക്കും. മുക്കം മുനിസിപ്പാലിറ്റിയിലെ അഗസ്ത്യമൂഴിയിലും മുക്കം ടൗണിലും പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നാളെ നഗരമേഖലയായ ആറ്റുകാൽ, കിള്ളിപ്പാലം എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര പര്യടനം നടത്തും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 173 റൺസ് വിജയലക്ഷ്യം. നിശ്ചിത ഓവറിൽ അഫ്ഗാനിസ്ഥാൻ 172 റൺസ് നേടി. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇൻഡോറിലെ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. പരമ്പരയിൽ 1-0 ഇന്ത്യ മുന്നിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.